ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, അതായത് 82 MS സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ax² + bx + c = 0 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് a എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഉള്ളത്. ഇനി അല്ല, ഇവിടെ 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൈറ്റ് സൈഡിലുള്ളതിനെയും കൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ 0 ആക്കിയതിന് ശേഷം മാത്രമേ ഇതിനെ ജനറൽ ഫോമിലോട്ട് ആക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ആ രീതി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് a എന്ന് പറയുന്നത് 8 ആണ്, ഇതിനകത്ത് b എന്ന് പറയുന്നത് 64 ആണ്, ഇതിനകത്ത് c എന്ന് പറയുന്നത് 120 ആണ്. നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് -11 ആണ്, c എന്ന് പറയുന്നത് -35 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമുക്ക് എക്സിന് 2 സൊല്യൂഷനാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ -b ± √b² - 4ac / 2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ സൊല്യൂഷൻ, അതുപോലെ തന്നെ മൈനസ് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷനും കിട്ടും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള 2 ഇക്വേഷനാണ്, അതിൻ്റെ ആൻസറാണിത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട രീതി, ആദ്യം നമ്മൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ -b ± √b² - 4ac / 2a ഇത് നമുക്ക് ഇതേപോലെ കാൽക്കുലേറ്ററിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രാക്കറ്റുകൾ കൊടുക്കുമ്പോൾ കറക്റ്റിന് തന്നെ കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 2 ബ്രാക്കറ്റ് കൊടുക്കുക, അതിനുശേഷം നമ്മുടെ -b നമ്മളിവിടുത്തെ b എന്ന് പറയുന്നത് 64 ആണ്, -b. ഇനി നമ്മൾ പ്ലസ് ഓർ മൈനസിനകത്ത് ഒന്നാമത്തെ കേസാണ്, ഒന്നാമത്തെ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ പ്ലസ് കൊടുക്കണം. പ്ലസ് ഇനി റൂട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. അതിന് ശേഷം b², അതായത് 64² മൈനസ് ഈ ഒരു മൈനസ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. അതിന് ശേഷം 4ac 4 ഇൻറ്റു നമ്മുടെ a എന്ന് പറയുന്നത് 8 ആണ്, 8 ഇൻറ്റു c എന്ന് പറയുന്നത് 120 ആണ്, 120. അതിനുശേഷം ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം റൂട്ടിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം 2 ബ്രാക്കറ്റ് ഇട്ടതിനകത്ത് രണ്ടാമത്തെ ബ്രാക്കറ്റും ഇവിടെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം / വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2a 2 ഇൻറ്റു 8. അതിനുശേഷം ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ഇട്ട ബ്രാക്കറ്റ് അതും കൂടെ ക്ലോസ് ചെയ്യുക. ഈക്വൽ ടു കൊടുക്കുക. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സൊല്യൂഷൻ കിട്ടി -3. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ സൊല്യൂഷൻ -3 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ പ്ലസിന് പകരം ഇവിടെ മൈനസ് കൊടുക്കുക, നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ റീപ്ലേയുടെ റൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത ഇക്വേഷൻ്റെ തന്നെ ആദ്യത്തെ ഭാഗത്ത് വരും, അവിടെ നമ്മൾ ഈ ഒരു പ്ലസ് മാറ്റി മൈനസ് ആക്കിയാൽ മതി. വീണ്ടും ആദ്യം തൊട്ട് ഈ ഒരു ഇക്വേഷൻ ഇൻപുട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിവിടെ വാല്യൂ മൈനസ് ആക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസറും കിട്ടി -5. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 സൊല്യൂഷനും ഈ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് ഇൻപുട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാൽക്കുലേറ്ററിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഈ ഒരു ഫോർമാറ്റ്. ഇത് നിങ്ങൾ 2-3 വട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റുകളെല്ലാം കറക്റ്റിന് ക്ലോസ് ചെയ്താലും മതി. ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് എക്സ്ട്രാ കൊടുക്കുക, അതുപോലെ തന്നെ മാറ്റി കൊടുക്കുക, ഒന്നും തന്നെ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ റൂട്ടിൻ്റെ ബ്രാക്കറ്റ് കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് എല്ലാം കറക്റ്റിന് കൊടുത്ത് തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തപ്പം ഫുൾ എയും ബിയും എല്ലാം പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് നമ്മൾ സൈൻ നോക്കേണ്ട കാര്യമില്ലായിരുന്നു, ഡയറക്റ്റ് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ നമ്മൾ തന്നെ അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് എളുപ്പം ആൻസർ പെട്ടെന്ന് കറക്റ്റിന് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് -b എന്നാണ് ആദ്യം. അപ്പം ഇവിടെ b നെഗറ്റീവാണ്, അപ്പോൾ -b എന്ന് പറയുമ്പോൾ പോസിറ്റീവ് b ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അപ്പോൾ നമ്മൾ -b. അപ്പോൾ നമ്മളിവിടെ -b എടുക്കാം, -11 വരും, അപ്പോൾ അത് +11 ആണ്. നമ്മൾ ആ ഒരു 11 മാത്രം ഇവിടെ ഇൻപുട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടാൻ പ്ലസ് കൊടുത്തു. ഇനി നമ്മൾ റൂട്ട് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി b² എന്ന് പറയുമ്പോൾ -11² ആണ്. അത് 11² അതും സെയിം തന്നെയാണ്, കാരണം നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവിൻ്റെ സ്ക്വയർ എടുത്താലും സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 11² എന്ന് തന്നെ കൊടുത്തു. സ്ക്വയർ മൈനസ് ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ a എന്ന് പറയുന്നത് പോസിറ്റീവാണ്, c എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ എയും സിയും 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ട് മാറും.
അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എയും സിയും നെഗറ്റീവ് ആണെങ്കിൽ ഈ സൈൻ മാറ്റണ്ട. എയോ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈൻ പോസിറ്റീവ് ആക്കി കൊടുക്കണം. അതിനുശേഷം പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സൈൻ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. 4 × 10 × 35. കാരണം നമ്മൾ ആ സൈൻ അവിടെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ വീണ്ടും ഒന്നും കൂടെ മാറ്റേണ്ട കാര്യമില്ല. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തു, റൂട്ടിൻ്റെ ക്ലോസ് ചെയ്തു, ഫസ്റ്റിൻ്റെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഡിവൈഡഡ് ബൈ 2a. 2 × a എന്ന് പറയുന്നത് 10. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് ഇക്വൽ ടു കൊടുത്തു. ഇപ്പോൾ നമുക്ക് 2.5 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തുള്ള 5/2 ആണ് 2.5 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഈ ഒരു വാല്യൂയിൽ ഞെക്കുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഫ്രാക്ഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 5/2 നമുക്ക് ഒന്നാമത്തെ സൊല്യൂഷൻ കിട്ടി. ഇനി ഫ്രാക്ഷൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ ഡയറക്റ്റ് ആ ഒരു ഉത്തരം എഴുതിയാലും മതി. ഇനി നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് റീപ്ലേയുടെ റൈറ്റിൽ ഞെക്കുക. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഭാഗത്ത് വരും. അപ്പോൾ അവിടെ നമ്മൾ ഇത് മൈനസ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഇക്വൽ ടു അപ്പോൾ നമുക്ക് -1.4 എന്ന് വന്നു. അപ്പം നമ്മളതിന് ഷിഫ്റ്റ് ഫ്രാക്ഷൻ ഫോം എന്ന് പറയാം -7/5. അതാണ് നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പക്ഷേ നമ്മുടെ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആകുന്ന കേസിൽ കറക്റ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ച് സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും സൊല്യൂഷൻസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം. പിന്നെ ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാക്കറ്റ് എല്ലാം തന്നെ കറക്റ്റിന് കൊടുത്തില്ലെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സയൻറ്റിഫിക് കാൽക്കുലേറ്ററിന് ഡൗട്ട്സോ എന്തൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും ഒരു വീഡിയോ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.